ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ട്രിഗർ പോയിന്റ്സ് എന്താണ്, എങ്ങനെയാണ് ട്രിഗർ പോയിന്റ്സ് ഫോം ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ അവരുടെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആണ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ട്രിഗർ പോയിന്റ് റിലീസിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ട്രിഗർ പോയിന്റുമായി ബന്ധപ്പെട്ട വേദനയാണ്. ഈ ട്രിഗർ പോയിന്റ് ഫോം ചെയ്യുന്ന മസിലായതുകൊണ്ട് തന്നെ ആ മസിൽ ആക്റ്റീവ് കൺട്രാക്ഷൻ ചെയ്യുമ്പോഴാണ് അവിടെ വേദന ഉണ്ടാവുക. ആക്റ്റീവ് കൺട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലികൾ ചെയ്യുമ്പോൾ ആ മസിൽ വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് അവിടെ വേദന അനുഭവപ്പെടുക. അതുപോലെ തന്നെ ഈ ട്രിഗർ പോയിന്റിൽ നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ, മാനുവലായി ഈ ട്രിഗർ പോയിന്റ് കണ്ടുപിടിച്ച ട്രിഗർ പോയിന്റിൽ നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ ഈ വേദന ഷൂട്ട് ചെയ്യുന്നതായിട്ട്, അധികം വരുന്നതായിട്ട്, അല്ലെങ്കിൽ റഫേർഡ് പെയിൻ പോലുള്ള വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാം. റഫേർഡ് പെയിൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അത് കാണാത്തവർ തീർച്ചയായും കാണുക. ഞാനിവിടെ ലിങ്ക് ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് തീർച്ചയായും റെഫർ ചെയ്യാവുന്നതാണ്. ട്രിഗർ പോയിന്റ് റിലീസ് ട്രീറ്റ്മെന്റ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ട്രിഗർ പോയിന്റ് ഐഡന്റിഫിക്കേഷൻ ആണ്. ഏത് മസിലിലാണോ ട്രിഗർ പോയിന്റ് ഫോം ചെയ്തിരിക്കുന്നത് ആ പർട്ടിക്കുലർ മസിലിലുള്ള ട്രിഗർ പോയിന്റിൽ ട്രീറ്റ്മെന്റ് കറക്റ്റ് രീതിയിൽ കൊടുത്താൽ മാത്രമേ പ്രോപ്പർ ട്രിഗർ പോയിന്റ് റിലീസ് ലഭിക്കുകയുള്ളൂ. ഇനി ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിലേക്ക് കടക്കാം. ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാനുവൽ ട്രീറ്റ്മെന്റ് ടെക്നിക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോ തെറാപ്പിയിൽ ഷോക്ക് വേവ് തെറാപ്പി എന്നുള്ള ട്രീറ്റ്മെന്റ് ടെക്നിക്സ് ഉണ്ട്. അതിനുശേഷം ഡ്രൈ നീഡ്ലിംഗ് ട്രീറ്റ്മെന്റ് ടെക്നിക്സ് ഉണ്ട്. ഈ 3 ട്രീറ്റ്മെന്റ്സും എന്താണെന്ന് നമുക്ക് നോക്കാം. മാനുവൽ ട്രിഗർ പോയിന്റ് റിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായോ അതല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടു കൂടിയോ ട്രിഗർ പോയിന്റിനെ റിലീസ് ചെയ്തെടുക്കുന്ന ഒരു ടെക്നിക്കാണ്. ഇവിടെ നമ്മുടെ കൈ ഉപയോഗിച്ച്, തള്ളവിരൽ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ കൈയുടെ മുട്ട് ഉപയോഗിച്ചോ ഈ ട്രിഗർ പോയിന്റ് പുറത്തൊരു പ്രഷർ കൊടുത്തുകൊണ്ട് ഈ ട്രിഗർ പോയിന്റിനെ റിലീസ് ചെയ്തെടുക്കുക എന്നുള്ള രീതിയാണ് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനി കൈ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ അവിടെ മസാജ് ഫോം റോൾസ് തുടങ്ങിയവ മാർക്കറ്റിൽ ലഭ്യമാണ്. ഞാൻ ഈ പിക്ചറിൽ ആഡ് ചെയ്തിരിക്കുന്ന ഈ മസാജ് ഫോം റോൾ ഒരു വൈബ്രേഷൻ കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇത് കൊണ്ട് പ്രഷർ കൊടുക്കുക മാത്രമല്ല, അതുവഴി ഒരു മൈക്രോ വൈബ്രേഷൻസ് കൂടെ ലഭിക്കുന്നു. ഇതുമൂലം ട്രിഗർ പോയിന്റ്സിനെ റിലീസ് ചെയ്യാൻ അത് കൂടുതൽ സഹായിക്കുന്നതാണ്. ഇതല്ലെങ്കിൽ പീനട്ട് മസാജ് ബോൾസ് തുടങ്ങിയവ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ബോൾസ് യൂസ് ചെയ്യുക വഴി നിങ്ങൾക്ക് കയ്യിലുണ്ടാകുന്ന ഫാറ്റീഗ്, അതായത് നിങ്ങൾക്ക് അധിക നേരം ഒരു ട്രിഗർ പോയിന്റ് ഫോം ചെയ്യുന്നിടത്ത് കൈ അമർത്തി പിടിച്ചുകൊണ്ട് പ്രഷർ കൊടുത്തുകൊണ്ട് ചെയ്യാൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പീനട്ട് മസാജ് ബോൾസ് എല്ലാം യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ട്രിഗർ പോയിന്റ് റിലീസ് ലഭിക്കുന്നതാണ്. എന്നാൽ മറ്റുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മാനുവൽ ട്രിഗർ പോയിന്റ് റിലീസ് എന്ന് പറയുന്നത് വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒന്നാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മൾ സ്കിന്നിൽ നന്നായിട്ട് പ്രഷർ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന, ഇത് കൂടാണ്ട് അവിടെ ഫോം ആയിരിക്കുന്ന ട്രിഗർ പോയിന്റ് പുറത്ത് പ്രഷർ വരുമ്പോൾ ഉണ്ടാകുന്ന റെഫേർഡ് പെയിൻ, ഈ 2 വേദനയും ഒരുമിച്ച് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഈ മാനുവൽ റിലീസ് ടെക്നിക്ക് എന്ന് പറയുന്നത് വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് രീതിയാണ്. ഈ മാനുവൽ ട്രീറ്റ്മെന്റ് രീതിയുടെ ഒരു ഭാഗമാണ് സെൽഫ് റിലീസ് ടെക്നിക്ക് എന്നത്. സ്വന്തമായി തന്നെ റിലീസ് ചെയ്യുന്ന ടെക്നിക്ക്. അതെല്ലാ മസിൽസിലും നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന മസിൽസ്, നമുക്ക് സ്വന്തമായി കൈകൊണ്ട് റീച്ച് ചെയ്യാൻ പറ്റുന്ന മസിൽസ്, അതുപോലെ തന്നെ പ്രഷർ കൊടുക്കാൻ പറ്റുന്ന മസിൽസുകളിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രപ്പീസിയസ് റീജിയൻ, പോസ്റ്റീരിയർ അപ്പർ ബാക്ക് റീജിയൻ ആണ്. ഈ ഒരു മസിൽസിലാണ് ട്രിഗർ പോയിന്റ് ഐഡന്റിഫൈ ചെയ്തതെങ്കിൽ ഈ ഒരു ട്രിഗർ പോയിന്റ് പുറത്ത് പ്രോപ്പറായി ആ ബോൾ പ്ലേസ് ചെയ്തതിനു ശേഷം ഈ പിക്ചറിൽ കാണുന്നത് പോലെ നിങ്ങൾക്ക് ബോഡി വെയിറ്റ് ഉപയോഗിച്ച് തന്നെ ലീൻ ചെയ്തുകൊണ്ട് ഈ ട്രിഗർ പോയിന്റ് റിലീസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതേ ട്രപ്പീസിയസ് മസിൽസിന്റെ തന്നെ അപ്പർ ട്രപ്പീസിയസ് റീജിയനിലാണെങ്കിൽ നിങ്ങൾക്ക് കൈയൊക്കെ റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് സെൽഫായിട്ട് കൈ കൊണ്ട് തന്നെ അത് റിലീസ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടുകൂടി തന്നെ അത് റിലീസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ബട്ടക്സ് റീജിയനിൽ ഗ്ലൂട്ടിയൽ മസിൽസ് അല്ലെങ്കിൽ പൈരിഫോമിസ് മസിൽസ് തുടങ്ങിയ മസിൽസിലാണ് ഈ ട്രിഗർ പോയിന്റ് ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ അതും ഈ ബോൾ ഉപയോഗിച്ച് തന്നെ ഈ ഒരു രീതിയിൽ റിലീസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതും ഞാൻ പറഞ്ഞതുപോലെ തന്നെ 3 to 4 സെഷനൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ ആ വേദനയിൽ നിന്ന് ക്യൂർ ലഭിക്കുകയുള്ളൂ. എന്നാൽ ഈ ഒരു ടെക്നിക്ക് കൊണ്ട് ആ വേദന പൂർണ്ണമായിട്ടും മാറണമെന്നില്ല. ഒരുപക്ഷെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ട്രിഗർ, ഒരു മൈൽഡ് ട്രിഗർ പോയിന്റ് ഒക്കെ ആണെങ്കിൽ മാത്രമേ ഈ മാനുവൽ റിലീസ് വഴി നിങ്ങൾക്കത് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങളുടെ പേഷ്യൻസിൽ ഞങ്ങൾ കോമൺ ആയി കണ്ടുവരുന്നത് നെക്ക് റീജിയനിലും അപ്പർ ബാക്ക് റീജിയനിലുമുള്ള ട്രിഗർ പോയിന്റ്സ് ആണ്. ഇത് ഒരു പരിധിവരെ നമുക്ക് മാനുവൽ റിലീസ് കൊണ്ട് ക്യൂർ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ട്രിഗർ പോയിന്റിന്റെ ഡെപ്ത് അനുസരിച്ചിരിക്കും ഈ ട്രീറ്റ്മെന്റ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. കൂടുതൽ ഡെപ്ത് ആയിട്ടാണ് ട്രിഗർ പോയിന്റ് ഉള്ളതെങ്കിൽ ഞങ്ങൾ വേറെ മറ്റു ടെക്നിക്സ് യൂസ് ചെയ്യുന്നതാണ്. അതിനെപ്പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അടുത്തത് ഷോക്ക് വേവ് തെറാപ്പിയാണ്. ഇത് ഇലക്ട്രോ തെറാപ്പിയുടെ ഒരു ഭാഗമാണ്. ഷോക്ക് വേവ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ട്രിഗർ പോയിന്റിനെ റിലീസ് ചെയ്യുക എന്നൊരു ടെക്നിക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു 5 to 6 സെഷൻസ് എങ്കിലും ഈ ട്രീറ്റ്മെന്റ് ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ ട്രിഗർ പോയിന്റ് റിലീസ് ലഭിക്കുകയുള്ളൂ. ട്രിഗർ പോയിന്റിനെ സംബന്ധിച്ച് വളരെ എഫക്റ്റീവും പെട്ടെന്ന് തന്നെ ട്രിഗർ പോയിന്റ് റിലീസ് ലഭിക്കുന്നതുമായ ട്രീറ്റ്മെന്റ് രീതിയാണ് മൂന്നാമത്തേത്
ഡ്രൈ നീഡ്ലിംഗ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത് ഡ്രൈ നീഡിൽസ് അഥവാ അക്യുപഞ്ചറിന് യൂസ് ചെയ്യുന്ന പോലുള്ള നീഡിൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയാണ്. ഇവിടെ ചില ആളുകൾ ഇതിനെ അക്യുപഞ്ചറുമായി കൺഫ്യൂസ് ആവാറുണ്ട്. എന്നാൽ തീർച്ചയായും ഇത് അക്യുപഞ്ചർ ടെക്നിക്കല്ല. കമ്പാരിറ്റീവ്ലി ഇവിടെ യൂസ് ചെയ്യുന്ന നീഡിൽസ് എന്ന് പറയുന്നത് അക്യുപഞ്ചറിനോട് സാമ്യമുള്ളതാണ്. എന്നാൽ ഇവിടെ യൂസ് ചെയ്യുന്ന ടെക്നിക് തികച്ചും ഡിഫറെൻ്റ് ആണ്. ഡ്രൈ നീഡിൽ ഡയറക്റ്റായി തന്നെ ഈ ടോട്ട് ബാൻഡിലെത്തി അവിടെയുള്ള ട്രിഗർ പോയിന്റ്സിനെയും ഈ ടോട്ട് ബാൻഡ്സിനെയും റിലീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ മസിലിലുള്ള ടെൻഷൻ അത് പെട്ടെന്ന് തന്നെ റിലീവ് ചെയ്യുന്നു. എന്താണ് ടോട്ട് ബാൻഡ്സ്, എങ്ങനെയാണ് ടോട്ട് ബാൻഡ്സ് ഫോം ചെയ്യുക എന്നുള്ള കാര്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഈ ഡ്രൈ നീഡ്ലിംഗ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ കോമൺ ആയി തന്നെ നിങ്ങളിൽ ഉണ്ടാകുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, എന്താണ് ഡ്രൈ നീഡ്ലിംഗ്? ഡ്രൈ നീഡ്ലിംഗ് എന്നത് മെഡിസിൻസ് ഒന്നും തന്നെ യൂസ് ചെയ്യാതെ പ്ലെയിൻ ഒരു തിൻ നീഡിൽ വെച്ചുകൊണ്ട് തന്നെ സ്കിന്നിലേക്കും മസിൽസിലേക്കും ഇൻസേർട്ട് ചെയ്തുകൊണ്ട് അവിടെ ഫോം ചെയ്തിരിക്കുന്ന ട്രിഗർ പോയിന്റിനെ ഡയറക്റ്റ് ആയി തന്നെ റിലീസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈസ് ഡ്രൈ നീഡ്ലിംഗ് സെയിം ആസ് അക്യുപഞ്ചർ? അക്യുപഞ്ചറും ഡ്രൈ നീഡ്ലിംഗും സെയിം ആണോ? തീർച്ചയായിട്ടുമല്ല. അക്യുപഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചൈനീസ് ട്രഡീഷണൽ മെഡിസിൻ്റെ ഭാഗമാണ്. അത് ബേസിക്കായി ശരീരത്തിലുള്ള ഫ്ലോ പോയിന്റ്സ്, ക്യുഐ പോയിന്റ്സ് എന്ന് പറയും, ഈ പോയിന്റ്സ് അടിസ്ഥാനമാക്കി ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. എന്നാൽ ഡ്രൈ നീഡ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡയറക്റ്റായി മസിലിലേക്ക് നീഡിൽ ഇൻസേർട്ട് ചെയ്ത് ആ ട്രിഗർ പോയിന്റിനെ റിലീസ് ചെയ്യുകയും അതുവഴി അവിടെ പെയിൻ കുറയ്ക്കുകയും ഇതുമൂലം മസിൽസിൻ്റെ ഫങ്ഷനെ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയാണ് ഡ്രൈ നീഡ്ലിംഗ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഹൗ ഡ്രൈ നീഡ്ലിംഗ് വർക്ക്സ്? ഡ്രൈ നീഡ്ലിംഗ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഒരു ഡ്രൈ നീഡിൽ മസിലിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ മസിലിലുള്ള ട്രിഗർ പോയിന്റിനെ അത് ഡയറക്റ്റായി തന്നെ റിലീസ് ചെയ്യുന്നു. ഇത് കൂടാതെ ആ റീജിയനുള്ള ബ്ലഡ് ഫ്ലോയിനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, രക്ത ഓട്ടത്തിനെ കൂട്ടാൻ സഹായിക്കുന്നു. ഇത് കൂടാതെ ടോട്ട് ബാൻഡ്സിനെ ഡയറക്റ്റായി തന്നെ ഡ്രൈ നീഡിൽ റിലീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരു മസിൽസിന് സ്ട്രെച്ചബിൾ കപ്പാസിറ്റി കൂടുന്നു, മസിൽസിൻ്റെ ഫങ്ഷൻ ഇംപ്രൂവ് ആവുന്നു. ഇതെല്ലാമാണ് ഡ്രൈ നീഡ്ലിംഗ് കൊണ്ട് മസിൽസിൽ സംഭവിക്കുന്നത്. നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഡ്രൈ നീഡിൽ സേഫ് ആണോ? ഈസ് ഡ്രൈ നീഡ്ലിംഗ് സേഫ് ആൻഡ് ഹൗ ഇറ്റ് ഫീൽ ലൈക്സ്? എങ്ങനെയാണ് ഡ്രൈ നീഡിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുക? ഡ്രൈ നീഡ്ലിംഗ് എന്നത് കമ്പാരിറ്റീവ്ലി ഒരു പെയിൻലെസ് ട്രീറ്റ്മെൻ്റ് ആണ്. ചില ആളുകളിൽ ഇതൊരു പിൻ പ്രിക്കിംഗ്, അതായത് എന്തെങ്കിലും ഒരു മുള്ളു കൊള്ളുമ്പോൾ പോലുള്ള ഒരു ചെറിയൊരു വേദന ഉണ്ടാക്കാം. എന്നാൽ മറ്റ് ചിലവരിൽ ചിലപ്പോൾ ഈ നീഡിൽ ഇൻസേർട്ട് ചെയ്യുന്നത് അറിയണമെന്ന് കൂടിയില്ല. ഇതിന് കാരണം ഡ്രൈ നീഡ്ലിംഗ് ട്രീറ്റ്മെൻറ്റ്സിന് ഞങ്ങൾ യൂസ് ചെയ്യുന്ന നീഡിൽസ് എന്ന് പറയുന്നത് 0.25 mm അല്ലെങ്കിൽ 0.30 mm സൈസുള്ള നീഡിൽസ് ആണ്. സാധാരണ ഒരു ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അവിടെ നമ്മൾക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്ന നീഡിൽസ് എന്ന് പറയുന്നത് നിയർലി 24 ഗോജ് സൈസാണ്, അതായത് 0.60 mm സൈസ് വരുന്ന നീഡിൽസ് ആണ്. ഡ്രൈ നീഡ്ലിംഗിൽ യൂസ് ചെയ്യുന്നത് ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നേരെ പകുതി സൈസിലുള്ള നീഡിൽസ് ആണ്. അതുകൊണ്ട് തന്നെ വേദന എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ചില ആളുകളിൽ മാത്രമേ വേദന വരെ ഉണ്ടാവുകയുള്ളൂ. ഇനി ഡ്രൈ നീഡ്ലിംഗ് ട്രീറ്റ്മെൻറ്റ് സേഫ് ആണ് എന്നുള്ളതാണ്. തീർച്ചയായും ഡ്രൈ നീഡ്ലിംഗ് ട്രീറ്റ്മെൻറ്റ് സേഫ് ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റെറൈൽ ആൻഡ് സിംഗിൾ യൂസ് നീഡിൽസ് ആണ്. പ്രോപ്പറായി സ്കിൻ സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം സ്റ്റെറൈൽ എക്യുപ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് പ്രൊസീഡ് ചെയ്യുന്നത്. ചില കേസുകളിൽ മാത്രമേ ഒരു നീഡിൽ റിമൂവ് ചെയ്യുമ്പോൾ ഒരു ഡ്രോപ്പ് ബ്ലഡ് വരെ ഉണ്ടാവുകയുള്ളൂ. അത് വളരെ റെയർ കേസുകളിൽ മാത്രമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ. എല്ലാവർക്കും നീഡിൽ റിമൂവ് ചെയ്യുമ്പോൾ ഒരു ഡ്രോപ്പ് ഓഫ് ബ്ലഡ് വരണമെന്ന് കൂടിയില്ല. അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഡ്രൈ നീഡ്ലിംഗ് ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഏതൊക്കെ ആളുകൾക്കാണ് ഡ്രൈ നീഡ്ലിംഗ് ട്രീറ്റ്മെൻറ്റ് ഒഴിവാക്കേണ്ടത്? ആദ്യമായി തന്നെ നീഡിൽ ഫോബിയ ഉള്ള ആൾക്കാർ. നീഡിൽ ഫോബിയ എന്ന് പറഞ്ഞാൽ നീഡിലിനോടുള്ള ഭയമാണ്. ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നീഡിലിനോടുള്ള ഭയം, അല്ലെങ്കിൽ നീഡിൽ കണ്ടു കഴിഞ്ഞാലുള്ള ഭയം, ഇങ്ങനെയുള്ള ഭയമുള്ള ആൾക്കാർക്ക് ഡ്രൈ നീഡ്ലിംഗ് ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും നമ്മൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കില്ല. അടുത്തത് വാസ്കുലർ ഡിസോർഡർ ഉള്ള ആൾക്കാർ, രക്തക്കുഴലുകൾ തമ്മിൽ എന്തെങ്കിലും ഡിസോർഡർ ഉള്ള ആൾക്കാർ, ബ്ലീഡിംഗ് ഡിസോർഡർ ഉള്ള ആൾക്കാർ, അതുപോലെ തന്നെ ആൻറ്റി കയാഗുലൻസ്, രക്തം കട്ടയാകാതിരിക്കാനുള്ള മെഡിസിൻസ് എടുക്കുന്ന ആൾക്കാർ, കൂടാതെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉള്ള ആൾക്കാർ. ചില ആളുകൾക്ക് ഒരു ചെറിയൊരു മുള്ളു കുത്തുന്നവരെ വളരെയധികം വേദനയുള്ളതായിട്ട് തോന്നുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായും ഈ ഡ്രൈ നീഡ്ലിംഗ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഏതൊക്കെ കണ്ടീഷൻസിനാണ് ഡ്രൈ നീഡ്ലിംഗ് ഉപയോഗിക്കാൻ പറ്റുക? നെക്ക് പെയിൻ, കഴുത്ത് വേദനയുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ ഷോൾഡർ പെയിൻ, തോൾ വേദനയുള്ള ആളുകൾക്ക്, ലോ ബാക്ക് പെയിൻ, നടുവേദനയുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ IT ബാൻഡ് പെയിൻ, IT ബാൻഡ് സിൻഡ്രോം, പൈരിഫോമിസ് സിൻഡ്രോം, പൈരിഫോമിസ് പെയിൻ, മസിൽ സംബന്ധമായ ഹിപ്പ് പെയിൻ, മസിൽ സംബന്ധമായ നീ പെയിൻ, അതുപോലെ തന്നെ ഹെഡ് ഏക്സ്, പ്രധാനമായും സെർവിക്കോജനിക് ഹെഡ് ഏക്സ് തുടങ്ങിയവയിലെല്ലാം തന്നെ ഡ്രൈ നീഡ്ലിംഗ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ്. എന്നാൽ ഡ്രൈ നീഡ്ലിംഗ് ട്രീറ്റ്മെൻറ്റ് മാത്രം പോരാ ഒരു അണ്ടർലൈൻ കോസിനെ ട്രീറ്റ് ചെയ്യാൻ. അതിനുശേഷം ചില സാഹചര്യങ്ങളിൽ സ്ട്രെങ്തനിങ് എക്സസൈസ്, സ്ട്രെച്ചിങ് എക്സസൈസ് തുടങ്ങിയവയെല്ലാം ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമിരിക്കും.
ഇതെല്ലാം പ്രോപ്പറായി അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷം, പ്രോപ്പറായി ഡയഗ്നോസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫിസിയോതെറാപ്പിസ്റ്റ് നിങ്ങൾക്ക് തീർച്ചയായും കറക്റ്റ് ടെക്നിക് പ്രിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. അത് തീർച്ചയായും ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ വേദനകളിൽ നിന്നെല്ലാം തന്നെ പൂർണ്ണമായും ക്യൂർ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇനിയും ട്രിഗർ പോയിന്റിനെ പറ്റിയും ഡ്രൈ നീഡ്ലിംഗ് ട്രീറ്റ്മെൻറ്റിനെ പറ്റിയും അതുപോലെ തന്നെ മറ്റ് ട്രീറ്റ്മെൻറ്റ് ടെക്നിക്സിനെ പറ്റിയും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. യു ക്യാൻ മെസ്സേജ് മീ പേഴ്സണലി ഓൺ മൈ മെസ്സഞ്ചർ ആൻഡ് ഇൻസ്റ്റാഗ്രാം. ഓൾസോ യു ക്യാൻ റീച്ച് മീ ഓൺ മൈ ഹാഷ്ടാഗ് വോക്ക് ഇൻ ഫിസിയോതെറാപ്പി. ഞങ്ങളുടെ അടുത്ത വീഡിയോ സെർവിക്കോജനിക് ഹെഡേക്സിനെ പറ്റിയായിരിക്കും. ട്രിഗർ പോയിന്റിനെ പറ്റി പറയുമ്പോഴും ട്രിഗർ പോയിന്റ് റിലീസിനെ പറ്റി പറയുമ്പോഴും സെർവിക്കോജനിക് ഹെഡേക്സിൽ ട്രിഗർ പോയിന്റ്സിനുള്ള എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സെർവിക്കോജനിക് ഹെഡേക്സ്, ടെൻഷൻ ടൈപ്പ് ഹെഡേക്സ്, മൈഗ്രെയിൻ ടൈപ്പ് ഹെഡേക്സ് ഇവ മൂന്നിലുമുള്ള ഡിഫറൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. കൂടാതെ ഞങ്ങളുടെ വ്യൂവറിൽ ഒരാൾ ജനു വേൽഗം തുടങ്ങിയ കണ്ടീഷൻസിനെ പറ്റി വീഡിയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പ്രോപ്പർ റെഫറൻസിന് ശേഷം തീർച്ചയായും ഞാൻ അതിനെപ്പറ്റിയുള്ള വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാത്തിരിക്കുക, വീണ്ടും നല്ല വീഡിയോസിലൂടെ കാണാം. ദിസ് ഇസ് വോക്ക് ഇൻ ഫിസിയോതെറാപ്പി ആൻഡ് എഡ്യൂക്കേഷൻ. ഐ എം ഡോക്ടർ രാഹുൽ. എല്ലാവർക്കും നന്ദി.